മൊബൈൽ ഫോണും കണ്ണടയും കുടയുമെല്ലാം മനുഷ്യർ മറന്നു വെക്കുന്നത് സാധാരണമാണ്. പക്ഷെ പാർക്ക് ചെയ്ത ഒരു വിമാനത്തിന്റെ കാര്യം തന്നെ അങ്ങ് മറന്നുപോയാലോ? എയർ ഇന്ത്യക്കാണ് ഇത്രയും വലിയ ഒരു മറവി പറ്റിയത്. നീണ്ട 13 വർഷമാണ് വിമാനം കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിർത്തിയിട്ടത്. എയർ ഇന്ത്യ തന്നെ ഇങ്ങനെ ഒരു വിമാനത്തിന്റെ കാര്യം മറന്നുപോയി. ഡീകമ്മീഷനിങ്ങിന് ശേഷം കൊൽക്കത്ത വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്ത വിമാനം തങ്ങളുടേതായിരുന്നുവെന്ന് എയർ ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ക്യാമ്പൽ വിൽസൺ തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഇങ്ങനെ ഒരു വിമാനം കൈവശമുണ്ടായിരുന്നതിന്റെ രേഖകളോ വിവരമോ കമ്പനിയുടെ പക്കൽ ഇല്ലായിരുന്നുവെന്നും കൊൽക്കത്ത വിമാനത്താവളത്തിലെ അധികൃതർ അറിയിച്ചപ്പോഴാണ് കാര്യം അറിഞ്ഞതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പഴയ വിമാനം ഉപേക്ഷിക്കുന്നത് അത്ര അസാധാരണമായ കാര്യമല്ലെന്നും പക്ഷേ ഇങ്ങനെയൊരെണ്ണത്തിന്റെ കാര്യം മറന്നുപോയെന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. പക്ഷേ ഈ മറവിക്ക് വലിയ വിലയാണ് എയർ ഇന്ത്യക്ക് കൊടുക്കേണ്ടി വന്നത്. അതായത് ഏകദേശം 1.25 കോടിയോളം രൂപ. 1982 വിമാനം ഇന്ത്യൻ എയർലൈൻസിൽ എത്തുന്നത്. ഇത് 1998 ആയപ്പോഴേക്കും അലയൻസ് എയറിന് പാട്ടത്തിന് കൈമാറി. 2007 വീണ്ടും ഇന്ത്യൻ എയർലൈൻസിലേക്ക് എത്തി. ചരക്ക് സാധനങ്ങളുടെ കൈമാറ്റത്തിനാണ് ഇത് ഉപയോഗിച്ചു വന്നത്. ഇന്ത്യൻ എയർലൈൻസ് അലയൻസ് എയർ ലയിപ്പിക്കലിനെ തുടർന്ന് വിമാനം വീണ്ടും എയർ ഇന്ത്യയുടെ കൈവശമെത്തി. തപാൽ വകുപ്പാണ് ഒടുവിലായി ഈ വിമാനം ഉപയോഗിച്ചത്. മെയിന്റനൻസ് വിഭാഗം എഞ്ചിനീയർമാരെ പരിശീലിപ്പിക്കാനാകും ഇനി ഇത് ഉപയോഗിക്കുക. 5 വർഷത്തിനിടെ കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്ന് നീക്കം ചെയ്യുന്ന 14ാമത്തെ ഉപേക്ഷിക്കപ്പെട്ട വിമാനമാണിത്. വിമാനം നീക്കിയതോടെ ലഭിച്ച സ്ഥലത്ത് പുതിയ ഹാങ്ങറുകൾ നിർമ്മിക്കുമെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. സാധാരണയായി ഉപേക്ഷിക്കപ്പെട്ട വിമാനങ്ങൾ സ്വകാര്യ വ്യക്തികൾ ഏറ്റുവാങ്ങി റെസ്റ്റോറന്റുകളായി രൂപമാറ്റം വരുത്താറാണ് പതിവ്. ഉപേക്ഷിക്കപ്പെട്ടതായി 2 വിമാനങ്ങൾ കൂടി ഇനി കൊൽക്കത്ത വിമാനത്താവളത്തിലുണ്ട്.